എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാവിലെ പള്ളിയിൽ പോയി. ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആണ്. പള്ളിയിൽ പോകാതിരിക്കാൻ പറ്റില്ല. അമ്മച്ചി ഇത് കുറച്ച് ലൂസ് ഉണ്ട് ഈ സാധനം. അവിടെ ഇരിക്കട്ടെ. ഇന്നലെ മേടിച്ചിരുന്ന സാധനമൊക്കെ കണ്ടല്ലോ അല്ലേ? കണ്ടില്ല, സോറി, വീഡിയോ ഇടാൻ മറന്നുപോയി. പിടിച്ചു വെച്ചിട്ടുണ്ട്. മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്യാനായിട്ട് സുനി വന്നിട്ടുണ്ട്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ആട്ടോ. കുറച്ച് പണിയൊക്കെ ഉണ്ട്, നമുക്കതൊക്കെ ഒന്നിച്ച് കാണാം. പള്ളി പോയിട്ട് വന്നപ്പോൾ ഞാനൊരു മുളകുണ്ടായിരുന്നില്ല, ഇങ്ങനത്തെ ഉണക്കമുളകേ ഉണ്ടായിരുന്നില്ല. അത് പൊട്ടിച്ചൊരു ടിന്നിലേക്ക് ഇട്ട് വയ്ക്കും. മുളകൊക്കെ ഇട്ട് വയ്ക്കാൻ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ടിന്നാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഉണക്കമുളകല്ലേ. കടുക് പൊട്ടിക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും നമുക്കിപ്പോൾ ഒരു മുളക് കാച്ചി ഒരു ചമ്മന്തി അരയ്ക്കണമെങ്കിലും ഉണക്കമുളക് വേണം. പിന്നെ ഈ ചമ്മന്തിയൊക്കെ അരക്കില്ലേ, ദോശ, അതിനൊക്കെ ചിലവ് വരും. അപ്പൊ ഇത് സുനി വന്നിട്ടുണ്ട്. സുനി വന്നിട്ടുണ്ട്. അപ്പൊ ഒന്ന് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. നെല്ലിക്ക ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, മറന്നുപോയി എടുക്കാൻ. പൊട്ടുകടല അങ്ങനെ ഇരുന്ന് ഞാൻ കടയിൽ കയറി കഴിഞ്ഞപ്പോ പൊട്ടുകടല ഒരു പാക്കറ്റ് ഇരിക്കുന്നുണ്ട്. അത് പൊട്ടുകടല തണുപ്പാണ്. ഒക്കെ വാങ്ങിച്ചു. വീണ്ടും ഇട്ട് വെക്കാനുണ്ട്, നോക്കിയിട്ട് വരാട്ടോ. വെയിറ്റ്. അതെ, ബക്കറ്റിനകത്ത്, ഒരു ചുമന്ന ബക്കറ്റിനകത്താണ് ഞാൻ ഇട്ട് വെച്ചേർന്നത് എല്ലാ സാധനങ്ങളും. മേടിച്ചു കൊണ്ടുവന്നത് എല്ലാം പച്ചരി, റവ, ഇത് ഇന്നലെ വാങ്ങിച്ച റവയാണ്. ഈ ടാങ്ക് ഞാൻ ടിന്നകത്ത് അടച്ചു വെച്ചിട്ട് ടാങ്ക് എടുത്തിട്ട് അടച്ചു വെച്ചായിരുന്നു. പക്ഷേ ടാങ്കിനകത്ത് ഉറുമ്പ് കയറി. അകത്തേക്ക് ഉറുമ്പ് കയറിയിട്ടില്ല എന്ന് തോന്നുന്നു. ഏതായാലും അത് ഫ്രിഡ്ജിൽ വെക്കണം. ബാക്കി സാധനങ്ങളൊക്കെ നമുക്ക് മാറ്റി വെക്കണം. റവ അതിനകത്ത് തന്നെ ഇരിക്കട്ടെ. നാളെ പൊട്ടിച്ച അവല് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവല് വിളയിച്ച് തിന്നും. വിളയിച്ച് തിന്നുക വെച്ചാൽ ശർക്കരയും തേങ്ങയിട്ട് വിളയിച്ച് വൈകുന്നേരം ചായക്ക് കഴിക്കാറുണ്ട്. കപ്പലണ്ടിയാണോ പയറാണോ ഇതിലേക്ക് ഇട്ട് വെക്കട്ടെ എന്ന് ഓർക്കും. വേറൊരു കൂട്ടിരിപ്പുണ്ട്. പരിപ്പ് പൊട്ടിച്ചില്ലായിരുന്നു. അപ്പോൾ ഈ പരിപ്പ് അതിലേക്ക് ഇരിക്കട്ടെ. രണ്ടും കൂടി അടച്ചു വയ്ക്കട്ടെ, അല്ലെങ്കിലേ ഉറുമ്പ് വീണ്ടും കയറും.
തണുപ്പല്ലേ അതുങ്ങൾ ഈ മുകളിലേക്ക് ഭൂമിയുടെ മാടിയിലേക്ക് വെള്ളം ചെല്ലുമ്പോൾ മുകളിലേക്ക് പൊങ്ങി വരും. അങ്ങനെയാണ് ഉറുമ്പ് വരണത്. അപ്പം ഇതിനകത്ത് കപ്പലണ്ടിക്ക് അകത്തേക്കും കയറിയോ അറിയില്ല. കുറേയൊക്കെ എടുത്ത് ഞാൻ കളഞ്ഞു. അപ്പം അത് രണ്ടും അവിടെ ഇരിക്കട്ടെ. പിന്നെ ഇതിൻ്റെ അടിയിൽ നിന്ന് കുറേ സാധനങ്ങൾ മാറ്റാനുണ്ട്. ഒന്ന് മാറ്റട്ടെ കേട്ടോ, ഒന്ന് മാറ്റി വെക്കട്ടെ. തൈര് ഉറയൊഴിക്കാനുണ്ട്. ഉറയൊഴിക്കാനൊക്കെ എല്ലാവർക്കും അറിയില്ലേ, അപ്പം അതൊന്നും കാണണ്ട. ഇന്നേ ഇന്ന് മൊത്തം ക്ലീനിങ്ങിന്റെ ദിവസമാണ്. ഇന്നേ മൊത്തം ബുക്ക് ക്ലീനിങ്ങിന്റെ ദിവസമാണെന്ന്. കയ്യിലുകളെല്ലാം പറക്കി. ചോറ് വെക്കണല്ലോ. ചോറ് വെക്കണം. ചോറ് സ്പൂണെല്ലാം കഴുകി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഒന്ന് ഇട്ട് വെക്കണം. കുറേ ദിവസങ്ങളായി സ്പൂണൊക്കെ ഒന്ന് കഴുകണം. നമ്മൾ അപ്പം കഴുകിയാണ് എടുക്കണേ. എന്നാലും കഴുകിയെല്ലാം പ്ലേറ്റിലേക്ക് വെക്കണം. ക്ലീനിങ്ങിൻ്റെ ഇടയ്ക്കേ കഞ്ഞി വെക്കണ കാര്യം ചോറ് വെക്കാൻ മറന്നു. ചോറിരിപ്പുണ്ട്. എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ? എനിക്ക് മൊത്തം ക്ലീനിങ് ആണ്. കയ്യിലുകളും സ്പൂണും മരത്തവിയും ഒക്കെ കഴുകി വെച്ചു. ഹെൽപ്പ് ചെയ്യാൻ ഒരാളും കൂടെ വന്നിട്ടുണ്ട്. കാണിച്ചു തരാം കേട്ടോ. കഞ്ഞി അവിടെ നിന്ന് തിളച്ചിട്ട് നമുക്ക് അതിനകത്തേക്ക് ഇറക്കി വെക്കണം. അതിന് മുമ്പ് ഇവിടെയെല്ലാം നമുക്കൊന്ന് വൃത്തിയാക്കാനുണ്ട്. ടിന്നുണ്ട്, ഇന്നലെ ലൂലൂന്ന് വാങ്ങിയതാ. സോപ്പ് പൊടി 6 കിലോ 400 രൂപ. 6 കിലോ 400 രൂപ. ഹാർപ്പിക്കും ഇതിനകത്തൊന്നുമില്ലേ?
ഞാൻ ഇതിനകത്തുണ്ട്. തന്നെ ആവിയായി പോവോ? കാലിയാ. അത് കാരണം ഇന്നലെ വാങ്ങിച്ചില്ല. ഇവിടെ ഇരിപ്പുണ്ടല്ലോ എന്ന് ഓർത്ത്. ചെടി നടാൻ അച്ഛനറിയണ്ട. ഈ കുപ്പിയിൽ മണ്ണെണ്ണ മേടിക്കാം. അപ്പൊ ആ കുപ്പിയൊക്കെ ഉണ്ട് കളയാം. പാറ്റ തിന്ന് എന്തോ എന്തത് കപ്പോർത്തത്. മറന്നുപോയിരിക്കണതാ, കൊള്ളില്ല, കളയണം. സുനി, ആ ചൂലിന്റെ ഇത് കഴിഞ്ഞാ? ചൂല് കഴിഞ്ഞോ? ചൂലിന്റെ ആവശ്യം കഴിഞ്ഞോ? ഹിറ്റ് അടിക്കട്ടെ കേട്ടോ, ഹിറ്റ് അടിക്കട്ടെ. നിറച്ച് പാറ്റ പാറ്റ. അടച്ചിട്ടെ. ഹാർപ്പിക്ക് ഇപ്പുറത്തെ കുപ്പിയിലേക്ക് കുറച്ച് ഒഴിച്ച് വെക്കട്ടെ. കുറച്ചുകൂടെ പണിയുണ്ടിട്ട് വന്നിട്ട് കാണാം. അങ്ങനെ കയ്യിലിൻ്റെ സെക്ഷൻ കഴിഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ കഞ്ഞി തിളച്ച് 5 മിനിറ്റ് ആയിട്ടോ. കഞ്ഞിയിൽ നമുക്ക് സ്പൂണെല്ലാം കഴുകി ഞാൻ സുന്ദരിയാക്കി, എൻ്റെ ഭാഷയിൽ. കണ്ടോ, സുന്ദരിയാക്കി. ഓക്കെ, ചെറിയ സ്പൂണ്. ഇത് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അല്പമൊക്കെ എടുത്തിടേണ്ടി വന്നില്ലേ, അതിനു വേണ്ടി വെച്ചേക്കാണ്. അതാ അവൻ്റെ സ്ഥാനം അതാ. പിന്നെ ഇനി പട്ടിൻ്റെ ഒന്ന് കഴുകണം. ടിന്നിനകത്തിരുന്ന കപ്പ നമുക്ക് കളയാൻ പറ്റുള്ളൂ. കപ്പ വറുത്തതാ, ബാസ്ക്കറ്റിലേക്ക് കിട്ടും. ടിന്ന് നമുക്ക് കളയാൻ പറ്റൂല്ലോ, പിന്നെ ഉപയോഗിക്കണ്ടേ. ഞാനങ്ങനെ കളയൊന്നുമില്ല കേട്ടോ. ഉപയോഗിക്കാവുന്ന സാധനങ്ങളെല്ലാം ഒരുമാതിരിപ്പെട്ട സാധനങ്ങൾ ഞാനങ്ങനെ വേസ്റ്റാക്കി ഒന്നും കളയില്ല. പാത്രങ്ങളാണെങ്കിലും എന്ത് സാധനമാണെങ്കിലും. ഹിറ്റടിച്ച് വെച്ചിട്ട് പാറ്റയ്ക്ക് ഞാൻ ഹിറ്റടിച്ച് ഇത് ചട്ടിക്കലങ്ങള് പാറ്റയും പൊടിയും. ഞാൻ സത്യം പറഞ്ഞത് തുറക്കേണ്ടതുണ്ടല്ലോ, ഗ്യാസ് വെക്കാൻ ഈ സാധനങ്ങൾ വരുമ്പോൾ മേടിക്കാൻ മാത്രം. അപ്പൊ ഇന്ന് മൊത്തം ക്ലീനിങ് ആണ്.
മൊത്തം മൊത്തം ക്ലീനിങ് ആണ്. പൊടിയാ പൊടി. അവിടെ തിരിക്കട്ടെ ചട്ടിയും കടും. എനിക്ക് ഏറ്റവും ചിലവ് ഇതിനൊക്കെ കേട്ടോ. പാത്രം കഴുകാൻ ഭയങ്കര, ഈ ലിക്വിഡിന് ഭയങ്കര ചിലവാണ്. സോപ്പ് പൊടിക്കും അതെ. അപ്പൊ അതിൻ്റെ ഉൾവശം ക്ലീൻ ആയിട്ട് ഇരിപ്പുണ്ട്, വേറെ ഒന്നുമില്ല. എന്താണ് പരിപാടി? ആ പൊടിയിലോട്ടും പോയിട്ടുണ്ട്. ആ എന്നോട് പറയും എന്തോരം പൊടിയാന്ന്. ഞാൻ പറയും ഞാൻ പഴയ ജിംനാസ്റ്റി ആയത് പറഞ്ഞ എനിക്ക് കുനിയാൻ പറ്റില്ല, എനിക്ക് കുനിയാൻ പറ്റില്ല എന്ന് പറയും. പക്ഷെ ആള് നന്നായിട്ട് കണ്ടോ. അത് തീർന്നോ? ലൈസോള് തീർന്നോ? വാ തീർത്തോ? അതുകൊണ്ടൊന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പൊ നമ്മുടെ ക്ലീനിങ് വീഡിയോ മൊത്തം ക്ലീനിങ് ആയിരുന്നു.